പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ കള്ളൻ ആരാണെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്, ആരൊക്കെയാണ് ആ കള്ളങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ ഈ കള്ളത്തരത്തിൻ്റെ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഒന്ന് ഈ പിന്നീട് അതുമാത്രമല്ല, ഒരു കള്ളം മറയ്ക്കാൻ അടുത്തത് എന്ന നിലയ്ക്കാണ് PSCയുമായി ബന്ധപ്പെട്ട ആസ്ഥാനത്തിരിക്കുന്നവർ ഇതിനെ പ്രവർത്തിപ്പിച്ച്, ഈ സംവിധാനത്തെ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അതിലൊക്കെ വലിയ തിരിച്ചടിയാണ് ഇന്ന് വിവരാവകാശ കമ്മീഷൻ അടക്കം ബന്ധപ്പെട്ട അവിടെ നിന്നും കൂടി പ്രഹരം കിട്ടിയതോടുകൂടി ഇക്കാര്യത്തിൽ ഈ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. കാരണം PSC എന്ന് പറയുന്നത് ഒരു സുതാര്യമായതല്ല, പക്ഷേ അതിൽ ചില കറപ്ഷൻസ് അവിടെ നടക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പാകത്തിനുള്ള തെളിവുകളാണ് നിലവിൽ മുന്നോട്ട് വന്നത്. അങ്ങനെയെങ്കിൽ അത് വളരെ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ്. അത് ഏത് സർക്കാരിൻ്റെ കാലത്തായാലും അത് ഗൗരവതരമായ പ്രശ്നമാണ്. ഇടത് സർക്കാർ ഭരിക്കുന്ന കാലത്ത് തന്നെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡേറ്റയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദളിത് യുവതിയുടെ കാര്യം, ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ എന്ന നിലയ്ക്ക് മറ്റോ ഇത് ചെയ്ത, അത് 2019 ആ ദളിത് യുവതിക്ക്. അവർക്ക് എഴുത്തു പരീക്ഷയിൽ 91.7 മാർക്ക് ആണ് ആ കുട്ടിക്ക് കിട്ടിയിരുന്നത്. പക്ഷേ അഭിമുഖത്തിലേക്ക് പോകുമ്പോൾ 40-ൽ 11 മാർക്കായിരുന്നു ആ കുട്ടിക്ക് കൊടുത്തിരുന്നത്. എഴുത്തു പരീക്ഷയിൽ വളരെ പിന്നിലുള്ള ഇടതുപക്ഷ അനുഭാവിയായ ആളുകൾക്ക് പക്ഷേ 40-ൽ 38 മാർക്കും അഭിമുഖത്തിന് കൊടുത്തുകൊണ്ട് ഇവരെക്കാൾ മുകളിലേക്കുള്ള ഒരു മാർക്കിലേക്ക് ഉയർത്തുകയും അതിൻ്റെ ഭാഗമായി ഈ കുട്ടി പിന്തള്ളപ്പെടുകയുമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ 355 രൂപയോ മറ്റോ കൊടുത്ത് ഈ പേപ്പറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപേക്ഷിക്കണം. 15 ദിവസം എന്നുള്ളൊരു കണക്ക് അവിടെയുണ്ട്. പക്ഷേ ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് തരില്ല ഇങ്ങോട്ട്. അതാണ് അത്, അങ്ങോട്ടൊരു നിയമവും ഇങ്ങോട്ടൊരു വേറൊന്നും എന്ന് പറയുന്നത് പോലെ അത് തരില്ല. അതിനും കൂടിയുള്ള ഒരു പ്രഹരമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അത് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അന്ന് തട്ടിപ്പിൻ്റെ ഒരു വഴിയാണ് നോക്കേണ്ടത്. അന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ എഴുത്തു പരീക്ഷയുടെ മാർക്കുണ്ട്, അഭിമുഖത്തിൻ്റെ മാർക്കുണ്ട്. അങ്ങനെ മാർക്കോടുകൂടി തന്നെയാണ് ഈ പട്ടിക പ്രസിദ്ധീകരിക്കുക, ആളുകളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കുട്ടി അന്ന് നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്തത്. കാരണം ഇത്രയും മാർക്കുണ്ടായിട്ടും എനിക്കെന്താണ് 11 മാർക്ക്, നമുക്കാണെങ്കിലും തോന്നുമല്ലോ. 91 മാർക്കോളം പരീക്ഷയ്ക്ക് വാങ്ങിയ ഒരു കുട്ടി ഒരു അഭിമുഖത്തിൽ അത്ര കണ്ടങ്ങ് പരാജയപ്പെടും, അവർക്കൊന്നും അറിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നമുക്കങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? ഇല്ലല്ലോ. മറ്റെന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളുമല്ല. അത്രയും അധികം കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇതും കൂടെ വെച്ചിട്ട് അവർ കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് PSC പറഞ്ഞതാണ് അത് ഇനി അങ്ങനെ ഉണ്ടാവില്ല. നിലവിൽ ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ട് 19 നടന്ന കാര്യത്തിന് 2023 22-ലുമാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്ന നിലയുണ്ടാവുന്നത്. അപ്പോൾ പറഞ്ഞത് അന്ന് ജോലിയിൽ കയറിയ ആൾ ഇനി രാജിവെക്കാനായി, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ രാജിവെച്ച ആളുടെ ഇതിലും കൂടി ആയപ്പോഴാണ് 2023 വീണ്ടും പരീക്ഷ നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത് പുറത്തുവിട്ട വാർത്ത എന്നുള്ളത്. ഈ 2023 പരീക്ഷ നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് വന്നത് 2025 മെയ് 31 അപേക്ഷിച്ചിട്ടും ഉത്തരക്കടലാസ് കൊടുത്തിട്ടില്ല. ഈ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേന് അതിനുള്ളിൽ മാർക്കുമില്ല. അതായത് 19 മാർക്കെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആലോചിക്കേണ്ടത്, ഈ മാർക്കും കൂടെ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഈ ആളുകൾക്ക്, എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ ക്രമക്കേട് ഉണ്ടാകുന്നു എന്ന് ഉള്ള ഒരു ബോധ്യത്തിൽ ഇവർ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നത്. അത് ഒഴിവാക്കുവാൻ വേണ്ടി തന്നെ ആവണമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇതിൽ മാർക്കില്ല, മാർക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഉത്തരക്കടലാസ് നൽകിയിട്ടില്ല, ഇത്ര കാലമായിട്ട് അത് കൊടുത്തിട്ടുമില്ല. അന്ന് എഴുതിയ പരീക്ഷയാണ്, അന്നേ ഉറപ്പായാലും ഇത് എന്തായാലും പരിശോധന വിധേയമാക്കണമെന്ന് വിചാരിച്ച ഉദ്യോഗാർത്ഥികൾക്കെല്ലാം നിരാശയാണ്. ഉത്തരക്കടലാസ് കൊടുത്തില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ SP DYSP റാങ്കിലുള്ള ആഭ്യന്തര വിജിലൻസാണ് ഇത് അന്വേഷിക്കാറ്. അപ്പോൾ അവിടെയാണ് ഈ ചെയർമാൻ്റെ മറ്റൊരു അതിബുദ്ധി പ്രവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ജീവനക്കാരുടെ ഇടയിലെ അച്ചടക്ക നടപടി പ്രശ്നങ്ങളൊക്കെ കേൾക്കുവാനും പരിശോധിക്കുവാനും ഒക്കെ വേണ്ടി ഈ പരീക്ഷാ കൺട്രോളർക്ക് ഇൻറ്റേർണൽ വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ എന്ന തസ്തികയുണ്ട്. ഇതിനെ മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര വിജിലൻസ് ഉദ്യോഗസ്ഥ എന്ന പേരാണ് അതിനുള്ളത്. അങ്ങനെയാണ് ഈ അട്ടിമറി പ്രവർത്തിപ്പിച്ചു വരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു കള്ളം മറക്കുവാൻ വേണ്ടി തന്നെയല്ലേ മറ്റൊരു കള്ളം വരുന്നു, അത് മാർക്ക് ആദ്യം പ്രസിദ്ധീകരിക്കുന്ന നിലയുണ്ടാകുന്നു, പിന്നീട് അത് മാർക്ക് ഒഴിവാക്കി പേര് മാത്രം പ്രസിദ്ധീകരിക്കുന്നു, പിന്നീട് അതിൽ ആക്ഷേപം വരുമ്പോൾ ഈ പറയുന്നത് പോലെ വേറെ, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് അന്വേഷിക്കുന്നു എന്നുള്ളത്, പക്ഷേ ഇത് കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു അന്വേഷണം വരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 58 മാർക്കിന് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല, 42 മാർക്കിന് മൂല്യനിർണ്ണയം നടത്തിയിട്ടാണ് 1ാം റാങ്ക് നിയമനവും നടത്തിയിരിക്കുന്നത്. ഇനി അഭിമുഖത്തിനുള്ള മാർക്കും കൊടുക്കേണ്ടതാണ്, അതും നിലവിൽ ഇതിലൊന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് മാത്രവുമല്ല, അതിവേഗ നിയമനമായിരുന്നു ഇതിൽ നടന്നിരിക്കുന്നത്. മെയ് 31 2025 മെയ് 31 ഈ
ഇത് വരുന്നത്, റാങ്ക് ലിസ്റ്റ് വരുന്നത്. പക്ഷെ നിയമന ശുപാർശ വന്നിരിക്കുന്നത് ജൂൺ 23 തന്നെ. അപ്പോൾ അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുകയായിരുന്നു PSC ഇക്കാര്യത്തിൽ ചെയ്തത്. അതും ഒരു സ്വജന താല്പര്യം ഇക്കാര്യത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗെയിൻ മറ്റാർക്കെങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിലും പ്രശ്നമാണ്. പിന്നെ ഈ പരീക്ഷാ കൺട്രോളർ എന്തിനാണ് ഈ മാർക്ക് ഒളിപ്പിച്ചു വെക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഇതിലെന്താണ് ഇതിപ്പം മറക്കാനുള്ളത്? ഇത് PSC എന്നുള്ളതൊരു സുതാര്യ സംവിധാനമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. പിന്നെ അപേക്ഷിച്ചിട്ടും എന്താണ് കൊടുക്കാത്തത്? അതാണ് വിവരാവകാശ നിയമപ്രകാരം പോലും ഉത്തരക്കടലാസ് കൊടുക്കുന്നില്ല എന്നുള്ളത്. എന്തിനാണ് ഇതിലൊക്കെ ഇത്ര അധികം ഒളിച്ചു വെക്കേണ്ട കാര്യം ഉള്ളത് എന്നുള്ളതാണ്. പരീക്ഷ എഴുതുകയാണെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടെ എന്താണ് ഞങ്ങൾക്ക് ഇത് ജോലി നിഷേധിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുറവുകൾ എന്താണെന്ന് അവർക്കറിയാനുള്ള അവകാശമില്ലേ? അതുപോലും മാനിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ ഒന്നുള്ളതാണ്, ഇത് കൂടുതൽ കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്നുള്ളൊരു പരിപാടി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അതാണ് പ്രശ്നം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ പിഴവാണെന്ന്. അപ്പോൾ അതിലാണെങ്കിൽ അതിൽ യാതൊരു സെക്യൂരിറ്റി ഓഡിറ്റും ഇല്ല എന്നാണ് ആഭ്യന്തര വിജിലൻസ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഉദ്യോഗസ്ഥനെ തന്നെ അങ്ങ് മാറ്റിയിട്ട് തൊട്ട് പിന്നാലെ ഈ SP അങ്ങ് ഒഴിവാക്കിയിട്ടാണ് പരീക്ഷാ കൺട്രോളർക്ക് ഈ ചുമതല നൽകിയിരിക്കുന്നത്. അപ്പോൾ പിഴക്കുമ്പോൾ അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ചില കാര്യങ്ങൾ ചെയ്യുകയും അത് മുഴുവൻ നിലവിൽ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർ അത് അന്വേഷിക്കുകയും വാർത്തയാക്കുകയും ചെയ്യുന്നതുകൊണ്ടുകൂടി PSC അടിമുടി നിലവിൽ പെട്ടിരിക്കുകയാണ്. അതിൽ നല്ല പ്രശ്നങ്ങളുണ്ട്. കൈമാറി ആരുടെ അടുത്താണോ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ബൈജുവിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇതൊരു തുടർച്ചയായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. കാരണം എപ്പോഴും പരീക്ഷ നടത്തുന്ന ആളുകളല്ലല്ലോ PSC എന്നുള്ളത്. അപ്പോൾ അത്രയധികം ഉദ്യോഗാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരെ അടക്കം കബളിപ്പിക്കുന്ന രീതിയിൽ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് PSCയുമായി ബന്ധപ്പെട്ട്? എത്ര പേരാണ് അവർ ഉള്ള തൊഴിലുകൾ വിട്ടിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും ആഗ്രഹിക്കുന്നത്? ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ആഗ്രഹങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നത് പോലെ അല്ലെങ്കിൽ അതൊക്കെ തല്ലിക്കെടുത്തുന്നത് പോലെയാണല്ലോ നിലവിൽ ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്വജന പക്ഷപാത കാണിക്കേണ്ട ഒരു സ്ഥലമോ ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തേണ്ട ഒരു സ്ഥലമോ അല്ല എന്നുള്ളൊരു ബോധ്യം ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമായിരിക്കുകയാണ് നിലവിൽ. കാരണം ഇങ്ങനെയൊന്നും കറപ്റ്റഡായി പോകേണ്ട, ഇത്രയൊന്നും മോശമായി പോകേണ്ട ഒരു കാര്യമൊന്നുമല്ല ഇത്. ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതാണ്, നീറ്റിലൊക്കെ നമ്മൾ എന്തോരം ബഹളം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. NDAക്കെതിരെ എത്രയൊക്കെ പ്രശ്നങ്ങൾ. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇത് നടത്തുന്നത്. നമുക്ക് അതിനോടൊക്കെ ഐക്യപ്പെടാൻ തന്നെയാണ് പറ്റുന്നത്. കാരണം ഇത്രയധികം വിദ്യാർത്ഥികളുടെ ജീവിതമാണല്ലോ ഇതിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയും എന്താണ് സമാന സാഹചര്യം പോലെ തന്നെയല്ലേ? ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ ജോലി തേടുന്നവർക്കുള്ള അവരുടെ അത്താണിയാവേണ്ട സംവിധാനത്തെയാണല്ലോ ഈ നിലയ്ക്ക് കുഴച്ചു മറിച്ചിട്ടിരിക്കുന്നതെന്നല്ലേ നമുക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ആവർത്തിക്കുകയാണ്. ഇതൊരു പല നാളായി കള്ളത്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് ഒടുവിൽ പിടിയിലാവുക തന്നെ ചെയ്യും. അതിനുള്ള സാഹചര്യവും വഴിയും അവർ തന്നെ അവർ തന്നെ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി പുറത്ത് വന്ന് ഇപ്പോൾ ചിത്രം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.